ചങ്ങായിമാരെ എല്ലാവർക്കും സുഖല്ലേ? ഞാൻ ഇന്നൊരു വനിതാരത്നത്തിന്റെ വീഡിയോ കണ്ട് ചിരിച്ച് പണ്ടാരടങ്ങി. ആരാണ് ആ വനിതാരത്നായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നില്ല? വേറെ ആരുമല്ല, നമ്മളെ സംഗിണി ശീതള ശ്യാമള ചേച്ചി. ശീതള ശ്യാമള ചേച്ചിയുടെ ഞാൻ നോക്കുമ്പോൾ ക്ലാസ് എടുക്കുന്നു. ഒരു ജേർണലിസ്റ്റ് എങ്ങനെയായിരിക്കണം, ജേർണലിസ്റ്റിന്റെ മാന്യത ഇങ്ങനെയായിരിക്കണം, നമ്മൾ മാന്യത കിട്ടിട്ട് ഒരു കാര്യം ചെയ്യാൻ പാടില്ല പറ്റി. ഞാൻ വിളിച്ച് എന്ത് പറ്റി എന്റെ ശീതള ശ്യാമള ചേച്ചി മാന്യതയെക്കുറിച്ചും ജേർണലിസ്റ്റത്തെ കുറിച്ചെല്ലാം ക്ലാസ് എടുക്കുന്നത്? അപ്പൊ സംഭവം വേറൊന്നല്ല, നമ്മളെ മാധ്യമ പ്രവർത്തകയായ സ്മൃതി പരുത്തിക്കാട് നമ്മളെ സിനിമാ നടി ശോഭനയായിട്ട് ഒരു ഇന്റർവ്യൂ എടുത്തിന്. ആ ഇന്റർവ്യൂവിൽ ഈ സ്മൃതി പരുത്തിക്കാട് ശോഭനയോട് ചോദിച്ചു, മേഡം നിങ്ങൾ BJP-യിലേക്ക് പോകുന്നുണ്ടോ, നിങ്ങളൊരു BJP-കാരത്തിയാണെന്നുള്ളൊരു കിംവദന്തി ഉണ്ടല്ലോ എന്ന് ചോദിച്ചു. അതെന്തോ നമ്മളെ ശീതള ശ്യാമള ചേച്ചിക്ക് പിടിച്ചിട്ടില്ല. നമ്മൾ ഓരോരുത്തരുടെയും സംശയമാണ് ഈ ശോഭന BJP-കാരത്തി എന്നുള്ളത്. കാരണം BJP-ന്റെ എല്ലാ പരിപാടിക്കും ശോഭന പോകുന്നുണ്ട്. നരേന്ദ്രമോദി കേരളത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒപ്പം ആദ്യം ഉണ്ടാകുന്ന നമ്മളെ ശോഭനയാണ്. അത് മാത്രമല്ല, ഏതെല്ലോ ഇലക്ഷന് ശോഭനനെ സ്ഥാനാർത്ഥിയാക്കുന്ന BJP-കാർ തന്നെ പറയുന്നുണ്ട്. അപ്പൊ നമുക്കുള്ളൊരു സംശയം, അത് നമ്മൾ ജേർണലിസ്റ്റായ സ്മൃതി പരുത്തിക്കാട് ചോദിച്ചു. ആ ചോദിച്ചത് എന്താണ് തെറ്റ്? പക്ഷെ നമ്മളെ ശീതള ശ്യാമള ചേച്ചി പറഞ്ഞാൽ അങ്ങനെ ചോദിക്കാനേ പാടില്ല. ആരോടും നിങ്ങൾ സംഖ്യയാണെന്ന് ചോദിക്കാൻ പാടില്ല. സംഖ്യയാണെന്നുള്ളത് എന്തോ ഒരു വലിയ തെറ്റാണെന്നാണ് ശീതള ശ്യാമള ചേച്ചി പറഞ്ഞത്. സംഭവമുള്ളതാണ്, ഈ ശീതള ശ്യാമള ചേച്ചി പക്കാ സംഖ്യയാണ്. പക്ഷെ എവിടെയും സമ്മതിക്കൂല ഞാൻ സംഖ്യയാണെന്ന്. എന്നിട്ട് ശീതള ശ്യാമള ചേച്ചി ആ വീഡിയോക്ക് ഒരു ഇൻട്രോ കൊടുത്തിട്ടുണ്ട്. മോനെ, ഏത് ഇൻട്രോ? നമുക്കെന്തായാലും ശീതള ശ്യാമള ചേച്ചിന്റെ ആ ഇൻട്രോ ഒന്ന് കേട്ടിട്ട് വരാം. ബാ. നമസ്കാരം. നാട്ടുമ്പുറത്തിന്റെ നന്മകളെ കുറിച്ചൊക്കെയാണ് നമ്മൾ സാധാരണ എപ്പോഴും വാചാലരാകാറുള്ളത്. എന്നാൽ നാട്ടുമ്പുറങ്ങളിൽ കണ്ടുവന്നുകൊണ്ടിരുന്ന, ഇപ്പോഴും കണ്ടുവരാറുള്ള ഒരു വിഭാഗം സ്ത്രീകളുണ്ട്. മുതിർന്ന സ്ത്രീകളുടെ വിഭാഗത്തിൽപ്പെട്ടവരാണ്. പുരുഷന്മാരും ഉണ്ട്, പക്ഷേ ഏറെയും സ്ത്രീകളാണ്. അവരെങ്ങനെയാണ് പ്രത്യേക തരത്തിലുള്ളവരായി മാറുന്നതെന്നല്ലേ? അതായത് എന്തെങ്കിലും സന്തോഷമുള്ള ഒരു കാര്യം നടക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരാൾ വളരെ സന്തോഷവാനായി കാണപ്പെടുമ്പോൾ അവരെ എങ്ങനെ അവരുടെ മൂഡ് മാറ്റാം, അല്ലെങ്കിൽ ആ സന്തോഷത്തിൽ നിന്നും അവരെ എങ്ങനെ വ്യതിചലിപ്പിക്കാം എന്ന് മനഃപൂർവ്വം ചിന്തിച്ച് അതിനുവേണ്ടി വലിയ തോതിൽ പരിശ്രമിക്കുന്ന, നാവ് കൊണ്ട് പരിശ്രമിക്കുന്ന, ആ ഒരു ദുഷ്ട ചിന്ത കൊണ്ട് പരിശ്രമിക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. അപ്പോ ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, പരീക്ഷയിൽ ഒരു ഉന്നത വിജയം നേടി ഒരു ആൺകുട്ടി കൊണ്ട് മധുരം കൊടുക്കാൻ വേണ്ടി ആ സ്ത്രീയുടെ അടുത്തേക്ക് ചെല്ലുന്നെങ്കിൽ ആ സ്ത്രീ ആദ്യം പറയുക, ഓ നീ കോപ്പി അടിച്ചൊക്കെയാണ് മാർക്ക് വാങ്ങിച്ചതെന്നൊക്കെ ആ പീതാംബരന്റെ മോൻ പറയുന്നത് കേട്ടല്ലോ. എന്തേലും ആകട്ടെ, എങ്ങനെങ്കിലും ഒക്കെ പോയി രക്ഷപ്പെട്, എങ്ങനെ ഇപ്പൊ മാർക്ക് വാങ്ങിച്ചാൽ എന്താ, അതൊന്നും അല്ലല്ലോ ആളുകൾ ആ രീതിയിലേക്കാക്കും. മനസ്സിലായില്ലേ? ആ വ്യക്തി എത്ര സന്തോഷത്തോടെയാണോ വരുന്നത്, പറയാനുള്ളത് പറയുകയും ചെയ്യും, ഞാനൊന്നും പറഞ്ഞില്ല എന്നുള്ള രീതിയിലാക്കുകയും ചെയ്യും. ആ ടൈപ്പ് കുറെ കുഴിത്തുരുമ്പുകളുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ആളുകളെ നിങ്ങളുടെ നാട്ടിൽ ഇപ്പൊ കണ്ടുകിട്ടാനില്ലെങ്കിൽ, അത്തരക്കാരെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഒന്നും വേണ്ട, നമ്മുടെ ചില മാധ്യമങ്ങളിലേക്ക് നോക്കിയാൽ മതി, വാർത്താ ചാനലുകളിലേക്ക് നോക്കിയാൽ മതി. അത്തരം കൃത്യം അതേ സ്വഭാവക്കാരായിട്ടുള്ള ആളുകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ്, ഒരു സ്ത്രീയാണ്, സ്മൃതി പരുത്തിക്കാട്. റിപ്പോർട്ടർ ചാനലിൽ നിലവിൽ ജോലി ചെയ്യുന്ന സ്മൃതി പരുത്തിക്കാട്. ഈ സ്മൃതി പരുത്തിക്കാടിന്റെ പേര് പറയുന്നവരെ ഞാനെന്ന് വിചാരിച്ചറിയാം. ഈ ശീതള ശ്യാമള ചേച്ചിനെ കുറിച്ച് തന്നെയാണോ പറയുന്നത്? കാരണം ഞാൻ വിചാരിച്ചു ഇവര് സ്വയം മനസ്സിലാക്കി ഇവരൊരു വെറും കുത്തിത്തിരിപ്പുകാരത്തെയും നൊട്ടിയും നോണിന്ന് കണ്ണൂർ ഭാഷ പറയും, അത് പറയുന്ന ഒരാളാണ് ഇവർ സ്വയം മനസ്സിലാക്കിയത് ഞാൻ വിചാരിച്ചു. പക്ഷെ ലാസ്റ്റ് സ്മൃതി പരുത്തിക്കാടിന്റെ പേര് വന്നപ്പോഴാണ് ഇവരെ കുറിച്ച് മനസ്സിലാക്കിയില്ല. ഇവരിപ്പോഴും മറ്റുള്ളവരെ കുറ്റം പറയുന്നു. അതായത് ഞാൻ ആദ്യം പറഞ്ഞ നൊട്ടിയും നോണിയും പറയുന്ന കാര്യത്തിൽ ഇപ്പോൾ ഒരു മാറ്റവും വന്നിട്ടില്ല. നമുക്കെന്തായാലും ഈ ശീതള ശ്യാമള ചേച്ചി സ്മൃതി പരുത്തിക്കാടിനെ പറ്റി ഇത്രമാത്രം നൊട്ടിയും നോണിയും എന്തിനാ പറയുന്നത് കേട്ടിട്ട് വന്നാലോ? എന്താണ് സ്മൃതി പരുത്തിക്കാട് ശോഭനയോട് ചോദിച്ചത്? നമുക്ക് കണ്ടാലോ? ബാ. BJP-യിലേക്കാകുമോ ശോഭന പോവുക എന്നൊക്കെ സംശയമുണ്ട്. നിങ്ങൾക്കുണ്ട്? എനിക്കുണ്ട്. നിങ്ങൾ ഇങ്ങനെ സംശയം ചെയ്തോണ്ട് നിൽക്കുക, പറയില്ല. അതാ നിങ്ങൾ തിരിച്ചു വന്ന് എടുക്കൂ ഇന്റർവ്യൂ. എന്ത് മാന്യമായിട്ടാ ചോദിക്കുന്നത്? ഓരോ കേരളീയനെ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യമല്ലേ സ്മൃതി പരുത്തിക്കാട് ചോദിച്ചത്. നിങ്ങൾ BJP ആണോ, ഇല്ല നിങ്ങൾ BJP-യിലേക്ക് പോകുന്നുണ്ടോ? ആ ചോദിച്ചതിന് എന്തിനാണ് നമ്മളെ സംഗിണി ശീതള ശ്യാമള ചേച്ചിക്ക് ഇത്രമാത്രം ഉരുപൊട്ടുന്നത്? ഇതിനെ പിന്നെ മാധ്യമ പ്രവർത്തനം എന്നല്ലാണ്ട് എന്താ പിന്നെ വിളിക്കുവാൻ ശീതള ശ്യാമള ചേച്ചി? നമുക്കിനി ശീതള ശ്യാമള ചേച്ചി ഉദ്ദേശിക്കുന്ന മാധ്യമ പ്രവർത്തനം എന്താണെന്ന് കേട്ടിട്ട് വന്നാലോ? ആളുകൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളുണ്ട്, അവർ പറയാൻ ആഗ്രഹിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അത് വേണം ചോദിക്കാൻ. അതിന് ഏതെങ്കിലും ഒരു റേറ്റിംഗ് ഉള്ള വാർത്താ മാധ്യമത്തിന്റെ മുൻനിരയിൽ നിന്ന് വാചകം അടിക്കുക എന്ന യോഗ്യത മാത്രം പോരാ, വിവേകം കൂടി വേണം. സന്ദർഭോചിതമായിട്ട് സംസാരിക്കാനുള്ള ഒരു കഴിവ് വേണം. മനുഷ്യരുടെ മനസ്സറിഞ്ഞ് സംസാരിക്കാനുള്ള ഒരു കഴിവ് വേണം. ഇപ്പൊ പുടി കിട്ടി. എന്താണ് മാധ്യമ പ്രവർത്തനം, എങ്ങനെയായിരിക്കണം മാധ്യമ പ്രവർത്തനം ഇപ്പൊ എനിക്ക് പുടി കിട്ടി. നമ്മളെ പ്രധാനമന്ത്രി ഇന്റർവ്യൂവിനെല്ലാം വന്നിരിക്കുമ്പോൾ സംഘികളായ ജേർണലിസ്റ്റ് ചോദിക്കുന്ന ചോദ്യം കേട്ടില്ല. നരേന്ദ്രമോദിജി വലത്തെ കൈ കൊണ്ടാണോ ഫുഡ് കഴിക്കുന്നത്, ഇല്ല ഇടത്തെ കൈ കൊണ്ടാണോ ഫുഡ് കഴിക്കുന്നത്, അല്ലെങ്കിൽ വെള്ളം വലത്തെ കൈ കൊണ്ടെടുത്തിട്ട് ഇടത്തെ കൈ കഴുകലാണോ, ഇല്ല ഇടത്തെ കൈ കൊണ്ട് വെള്ളം എടുത്തിട്ട് വലത്തെ കൈ കൊണ്ടാണോ കഴുകല്, അല്ലെങ്കിൽ മോഡിജിന്റെ കയ്യിൽ പേഴ്സ് ഉണ്ടോ, പേഴ്സിൽ പൈസ വെക്കാറുണ്ടോ, അതുമല്ലെങ്കിൽ നരേന്ദ്രമോദിജി കക്കൂസ് പോകാറുണ്ടോ, കക്കൂസ് പോയി കഴിഞ്ഞാൽ ആരാണ് കഴുകി തരാറ്, വേറെ ആരെങ്കിലും ആണോ, അല്ലെങ്കിൽ നരേന്ദ്രമോദിജി സ്വയമാണോ?
ഇതുപോലെ ആർക്കും വേണ്ടാത്ത ഒരാൾക്കും ഒരാവശ്യമില്ലാത്ത ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കണം എന്നാണ് നമ്മൾ ഈ സംഗീണിയായ ശീതള ശ്യാമള ചേച്ചി പറഞ്ഞു വരുന്നത്. അതായത് ഉത്തരേന്ത്യൻ സംഖ്യകൾ കാണിക്കുന്ന ഊള ജേർണലിസം, ആർക്കും വേണ്ടാത്ത, എന്നാൽ സംഖ്യകളെ സംഖ്യകളെ മാത്രം സുഖിപ്പിക്കുന്ന ചോദ്യങ്ങൾ മാത്രമേ ചോദിക്കാൻ പാടുള്ളൂ. അതാണ് നമ്മളെ സംഗീണി ശീതള ശ്യാമള ചേച്ചി കണ്ട ജേർണലിസം. നമുക്കിനി ശീതള ശ്യാമള ചേച്ചിന്റെ കുരു പൊട്ടി പണ്ടാരടങ്ങിട്ട് അവസാനം എന്താണ് പറയുന്നത് കേട്ടല്ലോ. ഒട്ടും നിലവാരമില്ലാത്ത ചോദ്യങ്ങൾ ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകയിൽ നിന്ന് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത ചോദ്യങ്ങളും വന്നു എന്നതാണ് ഏറ്റവും ഖേദകരം. അവരുടെ വാർത്തകൾ പോലെ തന്നെ നിലവാരമില്ലാത്തതാകുന്നുണ്ട് അവരുടെ പല അഭിമുഖങ്ങളും. എന്റെ ഒരു അധ്യാപകൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ വളരെ അത്യാവശ്യപ്പെട്ട് ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, അത് ചെയ്യേണ്ട ഒരു സമയമുണ്ടല്ലോ, ആ സമയത്ത് നമുക്ക് അത് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യം ആ സമയത്ത് ചെയ്യരുത്. ഉദാഹരണത്തിന് സന്ധ്യാസമയത്ത് പ്രാർത്ഥന ചൊല്ലുന്ന ശീലമുള്ള ആളുകളാണെങ്കിൽ ഒരു ദിവസം നമുക്ക് ആ സമയത്ത് പ്രാർത്ഥന ചെല്ലാൻ എന്തുകൊണ്ടോ കഴിയാതെ പോയി, വേണ്ട. പക്ഷെ ആ സമയത്ത് മറ്റൊരാൾക്ക് നാശം ചിന്തിക്കുകയോ മറ്റൊരാൾ നശിക്കുന്നതിനുള്ള കാര്യങ്ങൾ ചെയ്യുകയോ ചെയ്യരുത്. അതായത് ഒരു കാര്യം ചെയ്യേണ്ട സമയത്ത് അത് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും ചെയ്യരുതാത്ത കാര്യം ആ സമയത്ത് ചെയ്യരുത്. മാധ്യമ പ്രവർത്തനം എന്താണെന്ന് അറിയില്ലെങ്കിൽ, ഒരു അഭിമുഖത്തിൽ ഒരാളോട് ഒരു സന്ദർഭത്തിന് അനുസൃതമായിട്ട് എന്താണ് ചോദിക്കേണ്ടത് എന്നത് അറിയില്ലെങ്കിൽ ചോദിക്കാതിരിക്കാം, അതിന് പോകാതിരിക്കാം. പക്ഷെ ഒരു കാരണവശാലും ചോദിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചോദിക്കരുത്, ഉപയോഗിക്കാൻ പാടില്ലാത്ത വാക്കുകൾ ഉപയോഗിക്കരുത്, പ്രോത്സാഹിപ്പിക്കാൻ ഒരു കാരണവശാലും പാടില്ലാത്ത വിഷയങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യരുത്. സംഭവമല്ല സൂപ്പറാട്ടാ. നമ്മൾ ശീതള ശ്യാമള ചേച്ചി മാധ്യമ പ്രവർത്തനത്തെ പറ്റി പറഞ്ഞ കാര്യങ്ങളെല്ലാം പക്കാ സൂപ്പറാണ്. പക്ഷെ ഈ ശീതള ശ്യാമള ചേച്ചി ഈ അടുത്ത് ചെയ്ത വീഡിയോയുടെ തമ്പനയിൽ കണ്ടില്ല. ഈ നല്ല മാധ്യമ പ്രവർത്തനത്തെ ഈ മോശം മാധ്യമ പ്രവർത്തനം ഇങ്ങനെ വിമർശിക്കുന്ന ഈ ശീതള ശ്യാമള ചേച്ചി ലാസ്റ്റ് ചെയ്ത ഒരു 3 വീഡിയോയുടെ തമ്പനയിൽ ഞാനിവിടെ വായിച്ചു തരാട്ടാ. ഭാര്യയുടെ തോളിൽ ഭർത്താവ് ചാഞ്ഞു, സദാചാര ഗുണ്ടിക്ക് കുരുപൊട്ടി. അടുത്തത് ഞരമ്പേ ചേറ്റ കാമഭ്രാന്തൻ, അതും വിട്. അടുത്തത് തുണി മാറ്റി കാണിക്കാനും തുടങ്ങി, വലുത് കാണാൻ തിരക്ക്. എന്താണ് തമ്പനയിൽ? എല്ലാം ഡബിൾ മീനിങ്. ഇത്രമാത്രം വൃത്തികെട്ട തമ്പനയിലിട്ടൊരു വീഡിയോ ചെയ്യുന്ന ഇവരാണ് ജേർണലിസ്റ്റത്തെ കുറിച്ച്. ഈ ജീർണിച്ച ജേർണലിസ്റ്റാണ് ജേർണലിസ്റ്റത്തെ കുറിച്ച് ക്ലാസ് എടുക്കുന്നത്. അതാണ് ഇതിന്റെ അകത്ത് ഏറ്റവും വലിയ കോമഡി. എന്റെ കാര്യം തന്നെ നിങ്ങൾ ആലോചിച്ചോട്ടെ. ഞാനിപ്പോ ഏതെങ്കിലും ഒരാളെ വീഡിയോ എടുത്തുകൊണ്ടിട്ട് പറയുന്നു ഇയാൾ വെറുതെ തെറി വിളിക്കുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നോട് ചോദിക്കില്ല, എല്ലാവരുടെ നിന്റെ വീട്ടിൽ നീ എത്ര തെറി വിളിക്കുന്നുണ്ട്? സംഭവമുള്ളല്ലേ. അതുകൊണ്ട് ഞാൻ വേറൊരാൾ തെറി വിളിക്കുന്ന വീഡിയോ എടുത്തുകൊണ്ട് റിയാക്ട് ചെയ്യാനെ കൊണ്ടാവില്ല. പക്ഷെ അവർ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അതിനെ വിമർശിച്ചിട്ട് മാത്രമേ ഞാൻ വീഡിയോ ചെയ്യൂ. അല്ലാണ്ട് അവർ തെറി വിളിക്കുന്നുണ്ട് എനക്കൊന്നും പറയാൻ കഴിയില്ല. കാരണം എന്റെ പല വീഡിയോയിലും ഞാൻ മാന്യമായി സംസാരിക്കണമെന്ന് വെച്ച് വന്നാലും വികാരം കയറിട്ട് ഞാനൊരു വികാര ജീവിയാണ് എന്ന് പറഞ്ഞ പോലെ വികാരം കയറിയിട്ട് എന്റെ വായിന്ന് ചില സമയങ്ങളിൽ മോശം വാക്കുകൾ വരാറുണ്ട്. അത് ഞാൻ തെറ്റാണെന്ന് തന്നെ പറയുന്നത്. പക്ഷെ വേറൊരാളെ വായിന്ന് അങ്ങനെ തെറ്റ് വന്നാലും ഞാൻ അതിനെ വിമർശിക്കാൻ വരില്ല. കാരണം അതിന് മാത്രം ഞാൻ വളർന്നില്ല. ഞാൻ അത്രമാത്രം മാന്യനായ കാലത്ത് അങ്ങനെ ഒരു കാലം വരുന്നുണ്ടെങ്കിൽ അപ്പോഴേ ഞാൻ അത്തരം കാര്യങ്ങൾ വിമർശിക്കാൻ വരും. അതുകൊണ്ട് ശീതള ശ്യാമള ചേച്ചി, നിങ്ങൾ ഇമാരി ഉഡായിപ്പ് തമ്പനയിലും ആളെ പറ്റിക്കുന്ന തമ്പനയിലിട്ട് ഉഡായിപ്പ് വാർത്തകളും കൊടുക്കുന്ന ജേർണലിസ്റ്റായ നല്ലൊരു ജേർണലിസ്റ്റായ സ്മൃതി പറ്റി കണ്ടെങ്കിൽ ഇങ്ങനെ വിമർശിക്കണമെന്നില്ല. ആദ്യം നിങ്ങളെ കണ്ണാടി പോയി നോക്കുക. ആ പുട്ടിയെല്ലാം നന്നായിക്കണം കേട്ടോ. ആ പുട്ടിയെല്ലെങ്കിൽ ഒരു മഹാവൃത്തികേടായി പുട്ടിയെല്ലാം ഒഴിവാക്കിയിട്ട് നിങ്ങളെ കണ്ണാടിയിൽ നോക്കിയട്ടെ. അപ്പൊ നിങ്ങൾ തിരിച്ചറിയാൻ പറ്റും. അല്ലാണ്ട് ആ പുട്ടിയിട്ട് പെയിന്റിലടിച്ച മുഖം ചിലപ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും തിരിച്ചറിയാൻ പറ്റില്ല. അതുകൊണ്ടാണ് നിങ്ങൾ ഫസ്റ്റ് പറഞ്ഞ ഇൻട്രോ ഇല്ലേ, ആ ഇൻട്രോ നിങ്ങളെ കുറിച്ച് തന്നെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകാതെ പോയത്. ആ പുട്ടിയെല്ലാം വായിച്ചിട്ട് ഒന്ന് കണ്ണാടിയിൽ നോക്ക്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളാണ് കേരളത്തിലെ ഏറ്റവും വലിയ കുത്തിരിപ്പും കള്ളത്തിലും വരുന്ന ഒരു ജേർണലിസ്റ്റായ മാധ്യമ പുറത്താണ് നിങ്ങൾക്ക് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ ശീതള ശ്യാമള ചേച്ചി ഇമാര് ഊളത്തരം വിളിച്ചു പറഞ്ഞിട്ട് മറ്റുള്ളവരെ മാധ്യമ പ്രവർത്തനം പഠിപ്പിക്കല്ലേ, ഇതൊന്നും ശരിയല്ല ചേച്ചിയെ. അപ്പൊ എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.